കേരളത്തിലെ UDFും കോൺഗ്രസും ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ശശി തരൂർ കുടം തുറന്നുവിട്ട ഭൂതം വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിലെ UDF ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണോ? കോൺഗ്രസ് അതിൻ്റെ സമ്പൂർണ്ണമായ തകർച്ചയിലേക്ക് പോവുകയാണ്. എന്താണ് അങ്ങയുടെ വിശകലനം? കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഒരു ഭൂതത്തെ തുറന്നുവിടാനുള്ള ശേഷിയൊന്നും ശശി തരൂരിനില്ല. ശശി തരൂർ പല സാധനങ്ങൾ തുറക്കുന്നുണ്ടാവും, പക്ഷേ അതിലൊരു സാധനം പുറത്ത് വരാൻ പോകുന്നില്ല. കോൺഗ്രസ്സിന് ഇതൊരു സംഘർഷമോ ഒരു ഭീഷണിയോ ഒന്നുമല്ല. എന്നാൽ ശശി തരൂർ ആരാണ്? അതാണ് ചോദ്യം. കോൺഗ്രസിൻ്റെ ദയാവായ്പ കൊണ്ട് MPയും മന്ത്രിയും ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ, ഒരു ബ്യൂറോക്രാറ്റ്. ഇനി എന്താണ് അദ്ദേഹം ഇൻ്റർനാഷണൽ സ്റ്റാച്ച്? UN സെക്രട്ടേറിയറ്റ് അണ്ടർ സെക്രട്ടറിയാണ്. ഒരു അണ്ടർ സെക്രട്ടറിയാണ്. UN സെക്രട്ടറി ജനറൽ എന്നല്ലല്ലോ. അല്ല, ബാൻ കി മൂണിനോട് സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചതാണ്, തോറ്റതാണ്. അത് ഇന്ത്യ പോലും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പിന്നെ കേട്ടിട്ടുള്ളത്. അതാണ് സാധനം. ഇനി ഞാൻ അദ്ദേഹത്തെ പറ്റി മറ്റ് നെഗറ്റീവ്സും പറയുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പൊതുവേ വിചാരിക്കുന്ന നെഗറ്റീവ്സ് അല്ല. അത് യൂണിയനിൽ വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായത് ചില കാര്യങ്ങൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം അദ്ദേഹം ആഫ്റ്റർ ഓൾ ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരൻ എന്ന രീതി ഇൻ്റർനാഷണലി അറിയപ്പെട്ട ഒരാളാണ്. UN സെക്രട്ടറി, അങ്ങനെ പല പ്രധാനപ്പെട്ട ഓഫീസ്. ഇപ്പോൾ ഞാനിടയ്ക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മറ്റു സൈറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ നിയന്ത്രിക്കുന്ന ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട ആൾ, ചെയർമാനോ മറ്റോ ഒരു മേനോനായിരുന്നു. ഇവരെ പലരും NSS ആസ്ഥാനത്ത് വന്ന് സുമനൊക്കെ കണ്ടുപോകുന്ന ആളുകളെ ഇവരൊന്നും ഇങ്ങനെ ഹൈ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പുറത്ത് കാണിക്കുന്നത്, അത് വെച്ച് മനോരമക്കാരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുകയും ഒന്നും ചെയ്യുന്ന ആളുകളല്ല. അല്ലെ മനോരമക്കാരോ മാതൃഭൂമിക്കാരോ ഒക്കെ അവിടെ പോകുമ്പോൾ അവരെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചുറ്റിക്കാണിക്കാൻ വേണ്ടി നടക്കി, അങ്ങനെ കൊണ്ട് അവരെ കെയർ ഓഫിൽ ഇവിടെ റൈറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളല്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ത്യക്കാർ പല സ്ഥലത്തുമുണ്ട്. നാസയിലുണ്ട്, പല മേഖലയിലും മലയാളികളുണ്ട്. അതെ, ഇവരൊന്നും തന്നെ ആ ഒരു പബ്ലിസിറ്റീൻ്റെ പിന്നാലെ നടക്കുന്ന ആളുകളല്ല. ശശി തരൂരിൻ്റെ അതങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറയും. ശശി തരൂരിൻ്റെ ഞാനൊക്കെ മനോരമയിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സാണ്. അപ്പോൾ അദ്ദേഹം UN ഒരു ഉദ്യോഗസ്ഥ രീതിയിലല്ല, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ എന്ന രീതിയിലാണ്. ഇപ്പം ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ എന്ന രീതി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ അത്ര ഭീകരനായ റൈറ്റർ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു നോവൽ സമ്മാനമോ ബുക്ക് സമ്മാനമോ എന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലല്ലോ. അടുത്തത് പോയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ തലത്തിൽ അവാർഡൊന്നും അദ്ദേഹം ഇല്ല. ഇതെന്താ സംഭവം? ഇപ്പം ഉത്തരേന്ത്യ പോലും ശശി തരൂർ അത്ര ഇപ്പോഴാണ് ഫേമസ് ആയത്. മുമ്പ് ഈ മന്ത്രിയാകുന്നതിന് മുമ്പ്, ഈ കാറ്റിൽ വിവാദത്തിന് മുമ്പ് ശശി തരൂർ അത്ര ഫേമസ് ഒന്നല്ല. ശ്രീശാന്ത് അതിലൊക്കെ എത്രയോ ഫേമസ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന ശരിയായ ഒരു ഇന്റർനാഷണൽ ഫിഗർ എന്നത് ശ്രീശാന്താണ് അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീശാന്തിൻ്റെ അവമാനെല്ലാം കൂടി ഒതുക്കി. വേറൊന്ന് രാജൻ പിള്ളയായിരുന്നു, വേറൊന്ന് യൂസഫ് അലി സാറാണ്. ഇപ്പോൾ ഉള്ള ആളുകൾ യൂസഫ് ഗൾഫിലെ റോയൽ ഫാമിലിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഒതുക്കാൻ പറ്റാതെ അല്ല, അവരെ ഒതുക്കി കഷ്ണം മുറിയാക്കിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ശശി തരൂരിൻ്റെ ഒരു കാര്യം. അപ്പം പിന്നെ വേറൊരു കാര്യം, ഈ ശശി തരൂർ ഇംഗ്ലീഷ് എന്തോ ഒരു കൊളോണിയൽ ഹാങ് ഓവർ കൊണ്ട് നടക്കുന്ന ആളുകൾ കേട്ടില്ലേ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നത് എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ധാരണയുണ്ട് ആളുകൾ. ആ ഒരു സൈക്കോളജി ഇപ്പം വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെയാണ്. ഇംഗ്ലീഷിൽ സൗണ്ട് ചേർത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ മലയാളികൾ പൊതുവെ പേടിക്കുന്നു. അപ്പോൾ ആളുകൾ ഈ സൈക്കോളജി നന്നായിട്ട് ശശി തരൂരിന് അറിയാം. അതുകൊണ്ട് ഇംഗ്ലീഷിന് എന്തോ വിശാരത എന്ന രീതിയിൽ മൂപ്പര് മനുഷ്യന് മനസ്സിലാത്ത ഇംഗ്ലീഷിൽ ലേഖനങ്ങളൊക്കെ എഴുതും. അത് വിവാദമായി കഴിഞ്ഞാൽ പോയി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇംഗ്ലീഷ് മനസ്സിലായിട്ടെന്നോ. നിങ്ങളൊരു രാഷ്ട്രീയക്കാരാണ് ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ മുഹമ്മദ് അലി ജിന്നയാണോ? മുഹമ്മദ് അലി ജിന്ന അങ്ങനെ സാധാരണക്കാരൻ വലിയ ബന്ധമില്ല. മുസ്ലിംസിനെ കൈ എടുക്കാൻ പോയ കൈ ഇടിക്കില്ല, അങ്ങനെ അറപ്പും വെറുപ്പുമാണെന്ന് പറയും. എന്താണ് മുഹമ്മദ് അലി ജിന്ന? പിന്നെ അയാളെങ്ങനെ മാസ് ലീഡറായി എന്നൊക്കെ ചോദിച്ചാൽ കമ്മ്യൂണൽ ഇതുകൊണ്ടാണ്. അയാൾ കൈ കൊടുക്കില്ലായിരുന്നു. ഈ ഇംഗ്ലീഷ് ആഞ്ഞിനെ പോലെ കൈ തൊട്ടേ കൈ കൊടുക്കില്ലായിരുന്നു. അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന ആളുകളാണ്, എലൈറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ശശി അങ്ങനെ ആയിരിക്കില്ല രാഷ്ട്രീയക്കാർ. ശശി തരൂർ കൈ കൊടുക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ്? സാധാരണക്കാരൻ മനസ്സിലാകുന്ന ഇംഗ്ലീഷ് എന്താ ഉപയോഗിച്ചാൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ മനസ്സിലാകാതെ ഇംഗ്ലീഷ് ഉപയോഗിക്കണം വല്ല ആവശ്യമുണ്ട്. അതായത് ഇങ്ങനെ ഇംഗ്ലീഷ് ചെയ്യുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ്. ഞാൻ രണ്ടും മലയാളം രണ്ടും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതാണ്. എനിക്ക് അക്കാദമിക്കായിട്ട് നല്ല മലയാളം എഴുതാൻ അറിയാം, സാധാ മലയാളം എഴുതാനോ. ഞാൻ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പണ്ട് ഡിഗ്രിയെ പഠിക്കും, ഞാൻ ഒരു സോക്കോൾഡ് ബുദ്ധിജീവി ലൈനിലുള്ള SFIക്കാരനായിരുന്നു. അത് മനുഷ്യന് മനസ്സിലാത്ത ഭാഷ അറിയാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള കോളേജിലുള്ള പെമ്പിള്ളേരൊക്കെ നമ്മളെ കളി മിസ്റ്റർ എന്ത് വന്നതിന് ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുള്ളായിരുന്നു. ആ കാലഘട്ടം അറിയാം. അപ്പം പെമ്പിള്ളേരൊക്കെ മിസ്റ്റർ ആംഗ്ലൂ എന്ന് പറഞ്ഞ് കളിയാക്കി തുടങ്ങി, ആഗോളവൽക്കരണം. പിന്നെയാണ് ഞാൻ മാറിയത്. ഈ സിമ്പിളായിട്ട് നമ്മളെ തനതായ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അതിന് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ സ്പീഡും അക്ഷരസ്ഫുടത ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ എനിക്കുണ്ട്.
അതിൻ്റെയൊക്കെ കൊണ്ട് ചിലപ്പം സൗത്തിലുള്ള ആളുകളൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായി വരാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എനിക്കറിയാം. വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇംഗ്ലീഷ് എന്താ അങ്ങനെ ലേഖനം എഴുതിയാൽ പോലെ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം ഇംഗ്ലീഷ് വലിയ പണ്ഡിതനെ നമുക്കറിയാം, പിന്നെ എന്തിനാ ആവർത്തിച്ച് തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് അത്. അന്ന് വന്നു ഈ കോൺഗ്രസ്, പിന്നെ ഡൽഹിയിലും മീഡിയനെ, ഈ പിണറായി വിജയൻ ഈ മീഡിയനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. നരേന്ദ്രമോദി അങ്ങനെയാണ്. എന്നാൽ ഇവർക്കറിയാം ഇവരുടെ 10-1 കഴിവില്ലാത്ത ആളുകൾ ഈ മീഡിയനെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരുവനന്തപുരത്തും ഡൽഹിയിലേക്ക് ഇരുന്നുകൊണ്ട് വലിയ ആളുകളായിട്ട് വരും. ശശി തരൂർ അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷെ ഇവരൊക്കെ ഗ്രാസ് റൂട്ട് ലെവലിൽ വന്ന ആളുകളാണ്. ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല, ജനങ്ങളാണ് ഇവരുടെ ശക്തി. ഇവർ പിണറായി വിജയനും ഈ പറയുന്ന നരേന്ദ്രമോദി മീഡിയയ്ക്ക് എന്തെങ്കിലും വില കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? മോഡി ഇപ്പം അദാനിനെ ഉപയോഗിച്ച് മീഡിയ വിലക്ക് മേടിക്കുന്നുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല, പാരം കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ശല്യം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് മുമ്പ് അത് ചെയ്യുന്നുണ്ട്. നല്ലത് കുത്തിത്തിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലാതെ അങ്ങനെ ഗുജറാത്ത് കലാപം കഴിഞ്ഞോണ്ടാണ് അങ്ങനെ വന്നത്. എനിക്ക് ആ പാടെ ഒരു അവധി പറ്റിയിട്ടുള്ളൂ. മീഡിയനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയി. അപ്പം അത് പ്രധാനമന്ത്രിയായപ്പോൾ അങ്ങനെ തിരുത്തി. അപ്പം ആ രീതിയിൽ വന്ന ഒരാളാണ്. അത് കോൺഗ്രസ് അന്ന് സീറ്റ് കൊടുത്തതുകൊണ്ട് ജയിച്ചു, മന്ത്രിയായി. ഫസ്റ്റ് ടൈം തന്നെ മന്ത്രിയായപ്പം അന്നപ്പാട് മറ്റേ കാറ്റ് ക്ലാസ് ഏതൊരു വിവാദം വന്ന് രാജിവെച്ചു. അതേ പിന്നെയും മന്ത്രിയായി, പിന്നെയും രാജിവെച്ചു വന്നു. കണ്ടിരുന്നു എനിക്കറിയില്ല. അങ്ങനെ 2 തവണ മന്ത്രിയായി. അങ്ങനെ ഒരുപാട്. പിന്നെ ഇവിടെ തന്നെ എപ്പോഴും വിവാദങ്ങളുടെ ഒരു തോടനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടികൊള്ളുന്ന കോൺഗ്രസ്സുകാർ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരാണ്. അതിന് സെക്രട്ടറിയുടെ മുന്നിലാണല്ലോ പെർഫോമൻസ്. ഈ CPM-നാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പിള്ളേരുള്ള കാലത്തോളം പ്രശ്നമല്ല. ആളുകൾ മാറി അടി കൊണ്ടുപോകും. കോൺഗ്രസിനല്ല, സ്ഥിരം നാടക വരിക. കോൺഗ്രസിന് CPI-ക്ക് എന്ന് വെച്ചാൽ സ്ഥിരം നാടക വരിക, സ്ഥിരം ഒരേ ആളുകളാണ്. ആ രീതിയിലുള്ള ഒരു മാസ് അപ്പീലില്ലല്ലോ പാർട്ടിക്ക്. അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് കയ്യിലില്ലല്ലോ സിറ്റിൻ്റെ നടുവിൽ. പിന്നെ ഇവാനിയസാണ്. ഇവാനിയസിലെ പിള്ളേരെ അല്ലുകൊള്ളാൻ പോകുന്ന പിള്ളേരൊന്നല്ല. മനസ്സിലായില്ലേ? പഠിക്കാൻ പറ്റുന്ന പിള്ളേരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ മുകളിൽ കൂടെയാണ് ഇയാളെ കെട്ടിയിറക്കിയത്. അദ്ദേഹത്തെ ശരിയാണ്, സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഒരു സമരത്തിൽ പോലും അദ്ദേഹത്തെ കണ്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ആളുകൾ നല്ല ആളുകൾ ഇദ്ദേഹത്തെ കെട്ടിയിറക്കുന്നു. ഇദ്ദേഹം സുരേഷ് ഗോപി ഇതിനെക്കാട്ടും വലിയൊരു എലീറ്റാണ്. പക്ഷെ അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു, നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നു. അദ്ദേഹത്തിന് മലയാളം ഭാഷ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ, അതായത് ഭാഷയിൽ വന്ന മാറ്റങ്ങൾ വേണ്ടത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അഥവാ സുരേഷ് ഗോപി പെർഫെക്റ്റ്. അതുകൊണ്ടാണ് ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് റോങ് ചോയ്സ് വരുന്നത്. അത് ഉദ്ദേശിക്കുന്നത് അതല്ല, പക്ഷെ ആ വാക്ക് ഉദ്ദേശിക്കുമ്പോൾ ഏകലവ്യന് ശേഷം അദ്ദേഹത്തിന് തിരക്കായിപ്പോയി. പിന്നെ പൊളിറ്റിക്സ് അങ്ങനെ ആ രീതിയിൽ തിരക്കായതുകൊണ്ട് ഭാഷ നമ്മൾ കളി എന്നൊരു വാക്ക് അത് നമ്മൾ മുമ്പ് ഉദ്ദേശിച്ച അർത്ഥമല്ല ഇപ്പോൾ ഉള്ളത്. ആളുകൾ ശശി തന്നെ ഐ.വി. ശശി ആരായിരുന്നു? ഗംഭീര. ഇപ്പം ഐ.വി. ശശിയെ പോലെ ആക്ഷൻ സംവിധായകൻ ശശി എന്നുള്ള പേരിട്ടാൽ ആ സിനിമ ഓടും. ശശി എന്ന് വിചാരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ അത് വേണ്ട രീതിയിൽ അദ്ദേഹം കണ്ടില്ല എന്ന് മാത്രമാണ് സുരേഷ് ഗോപിയുടെ പ്രശ്നം. ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഏതെങ്കിലും ഒരു, ഇപ്പോൾ സുരേഷ് ഗോപിന് അത്ര തിരക്കൊന്നും ഇങ്ങേതിക്കില്ല, കണ്ടില്ലല്ലോ നമ്മൾ. വലിയ ഞാൻ അത് ചെയ്തു, മറ്റേ ഫ്രീ വൈഫൈ ഉണ്ടോന്ന്, മറ്റേതുണ്ടോന്ന്, മറിച്ചുകൊണ്ട് ഇവിടെ തിരുവനന്തപുരം സ്വാഭാവികമായി വരുന്ന മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അത് ശശി തരൂരിന് പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. മാത്രമല്ല കോൺഗ്രസ് അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം മോഹിച്ച് അതിനാവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത് അസ്ഥാനത്തുള്ള ഒരു അല്ല. അതെന്താ സംഭവിച്ചത്? കോൺഗ്രസ് തന്നെ ഇദ്ദേഹത്തിന് പ്രൊജക്ട് ചെയ്തെന്ന് വിചാരിച്ചോ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്ട് ചെയ്ത കോൺഗ്രസ് നല്ല സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് മീഡിയ ഉണ്ടായിക്കൊണ്ട ഹൈപ്പ് ഉണ്ട്. എസ്പെഷ്യലി മനോരമ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ഹൈപ്പ് ഉണ്ട്. ശശി തരൂരിനെ പോലെ ഒരു വിഷ്ണത മുഖ്യമന്ത്രി ആവുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പം പിണറായി വിജയൻ വലിയ വിഷ്ണതയാണ്, പക്ഷെ ആളുകൾ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പം ഓക്സ്ഫോർഡിലും പഠിച്ചല്ല, മനുഷ്യനെ മനസ്സിലാത്ത ഭാഷ അറിയുന്ന ആളുമല്ല. കരുണാകരൻ വിഷ്ണു ആളുകൾ സമ്മതിച്ചിട്ടില്ല. മരിച്ചതിന് ശേഷം സമ്മതിക്കുന്നുണ്ട്. പിണറായി വിജയൻ മരിച്ചതിന് ശേഷം ആളുകൾ സമ്മതിക്കും. ആളുകൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കെട്ടിയിറക്കുന്ന ആളെ വലിയ വിഷ്ണു പലപ്പോഴും വലിയ പരാജയമാണ്. ഞാൻ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി സാർ വലിയ സംഭവം തന്നുകൊണ്ട് അവസാനം രാജിച്ച് പോയി കളഞ്ഞിട്ടുണ്ട്. മന്ത്രിയല്ല, വേറെ പോസ്റ്റ് പേര് തന്നിട്ട് ഇനി അവർ അവമാനിക്കുന്നില്ല. അവർ പുറത്ത് വലിയ സാധനമായിരിക്കും അവർ. പക്ഷേ അപ്പം അതേപോലെയാണ്. അപ്പോൾ അതേപോലെ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു വിഷ്ണു എന്ന രീതിയിലൊക്കെ കോൺഗ്രസ് തന്നെ അവതരിപ്പിക്കണം. കോൺഗ്രസ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കോൺഗ്രസിനെ. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനോരമയൊക്കെ ഉണ്ടാക്കിയ ഒരു ഹാലോ ഉണ്ട്. ആ ഹാലോ കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തവരും വോട്ട് ചെയ്യാൻ മടിച്ചിരിക്കുന്ന ആളുകളുമായിട്ടുള്ള വോട്ട് ചെയ്യാൻ ബോധമുള്ള ആളുകളെ ഇലക്ഷന് കൊണ്ടുവരും. പിന്നെ യൂത്ത് എപ്പോഴും ആസ്പിറേഷനാണ്. അപ്പോൾ ഈ ആസ്പിറേഷൻ്റെ പുറത്ത് ഒരുപാട് പിള്ളേർ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുള്ള ഒരു ആസ്പിറേഷനാണ്. എന്നിട്ട് എവിടെ അറിയോ? യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സ്ലോവാക്യ, പിന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഈ അവിടെയുള്ള രാജ്യം കൊസോവ, അവിടെയൊക്കെ പോയിട്ട് കഷ്ടപ്പെടുകയാണ് ഈ പിള്ളേർ. അവർക്ക് അറിയില്ല എന്താ അവർ ഹൈപ്പ്. ഷാരൂഖ് ഖാൻ പുറത്ത് പോകുന്നു, ഹൃതിക് റോഷൻ പഠിക്കാൻ പുറത്ത് പോകുന്നു, ഏത് സിനിമയിൽ. അതെന്ന് വെച്ചാൽ വലിയ മലയാളിമാരെ മക്കളൊക്കെ ആയിട്ടാണ് ഹെലികോപ്റ്ററിലൊക്കെ പോകുന്നത്. അതുപോലെ ഇവരാണ് പോയി പിള്ളേരാണ് കഷ്ടപ്പെടുകയാണ്. ഇവർക്കത് പുറത്ത് പറയാനും പറ്റില്ല. ഇങ്ങനെയുള്ള ഈ പിള്ളേരെന്ത് ചെയ്യും? പിള്ളേർക്ക് ശശി തരൂരിനെ സ്വാധീനിക്കാൻ പറ്റും. ഗ്ലാമർ കൊണ്ടല്ലോ. പിന്നെ പെണ്ണുങ്ങളെ വോട്ടിട്ടു, സ്ത്രീകളെ വോട്ടിന് ഗ്ലാമർ, യൂത്തിൻ്റെയും സ്ത്രീകളുടെയും അതൊക്കെ കിട്ടും. പക്ഷെ അത് കോൺഗ്രസ് തന്നെ കൊണ്ടുവരണം.
കോൺഗ്രസ്സുകാർക്ക് വിവരണ്ട ചെയ്യേണ്ടത് തിരിച്ചു തരാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഒത്തിരി നല്ല കാൻഡിഡേറ്റ് ശശി തരൂർ തന്നെയാണ്. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അല്ല ഒറ്റയ്ക്ക് ശശി തരൂർ ഒന്നുമല്ല. CPM അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രി ആക്കണം മിനിമം. അതിന് അവർ ഇഷ്ടംപോലെ ആളുകളുണ്ട് അവിടെ. ഇദ്ദേഹത്തെ എത്രയെക്കാട്ടും ഭേദമാണ് ഗോവിന്ദമാഷ റിയാസൊക്കെ. പിന്നെ അടുത്ത എന്താണ്, BJP ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട വിദേശകാര്യ മന്ത്രിസ്ഥാനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അവിടെ നന്നായി ആ പണി വൃത്തിയായിട്ട് ശരിയായ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ഈ പാരഫർണേലി ഒന്നും ഇല്ലാത്ത ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ജയശങ്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരവസ്ഥയില്ല. ശക്തിത്തിൽ ഇങ്ങനെ വലിയ മൂല്യമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഹൈപ്പായി കൊണ്ടുവന്നിട്ട് ഇപ്പം ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല, വലിയ പെട്ടെന്ന് എന്താണ് സെലിബ്രിറ്റികളായിട്ട് മാറുന്നത്. ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു കോൺഗ്രസിൽ ഒരു നേതൃദാരിദ്ര്യമുണ്ട് എന്നാണ്. നേതൃദാരിദ്ര്യമുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ട് ആളുകൾക്ക് വിശ്വാസം, ആളുകൾ ഒരു എന്താണ് പറയുക, ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടി നോക്കിക്കാണുന്ന ഒരാളുടെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന നേതാവ് വേണം. ഇപ്പോൾ സുധാകരൻ ഉണ്ടായിരുന്നു. സുധാകരൻ പ്രായമായതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങൾ. 2 സതീശൻ കൊള്ളാം. രമേശ് ചെന്നിത്തലൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തോ ആളുകൾക്ക് വിശ്വസിക്കാനും മടിയുണ്ട്. അത് എനിക്ക് ലീഡറിനെ പിന്നിന്ന് കുത്തി ഉൾപ്പെടെ ആളുകൾ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ ഇയാളാ അരകൻ പിണറായി വിജയൻ്റെ ഒരു കാർബൺ കോപ്പിയാണെന്ന് തോന്നുമെങ്കിൽ പോലും ഇയാൾക്കൊരു ശേഷി ഉണ്ടെന്ന് ഫീൽ നാട്ടായിരിക്കും അരകൻ ഈ സതീശൻ. അപ്പം ഇതാണ് ഒരു സംഭവം. പക്ഷേ ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ഗ്ലാമർ ആവും സംഭവം. കോൺഗ്രസ് ചിലപ്പം അദ്ദേഹത്തിന് തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ കോൺഗ്രസ് ഇറക്കണം. അതെ. ഒറ്റയ്ക്ക് ശശി തരൂർ ഒന്നുമല്ല. ഒറ്റയ്ക്ക് നിന്നാൽ പരാജയം. ഇതിൽ ലീഡർ ആരായിരുന്നു കേരളത്തിൽ? ഇനി ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് VS പിണറായി വിജയനും പാർട്ടി വിട്ടൊരു കളി കളിക്കാത്തത്? അവർക്കറിയാം പാർട്ടി ഇല്ലെങ്കിൽ അവർ ബക്കറ്റിലെ വെള്ളമാണ്. അത് സത്യമാണ്. അതേസമയം പാർട്ടി ഉണ്ടെങ്കിൽ ആഞ്ഞടിക്കുന്ന VS ഇത്രയും പ്രശ്നം പാർട്ടി വിട്ടോ? പിണറായി എന്തെങ്കിലും പാർട്ടിയിൽ അതിനെതിരൊന്നും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയ്യില്ല. അവർക്കറിയാം അത് നമ്മളൊന്നുമല്ല. നമ്മളെന്തിനോ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ആവുന്നത്. തരൂർ ആ സത്യം തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് അതിനനുസരിച്ച് നിലപാടെടുത്താൽ UDF കോൺഗ്രസ് അങ്ങനെ നിലപാടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും മുഖ്യമന്ത്രി കാണുമല്ലോ. അതെ. രണ്ടാമത് ശശി തരൂർ ആണെങ്കിൽ അവിടെ നിന്നിങ്ങനെ ഈ മൂട്ട കടിച്ച പോലെയുള്ള അസ്കിതയിലാണ്. അത് രണ്ടും നടക്കുമെന്ന് തോന്നുന്നില്ല. അത് എവിടെയെങ്കിലും പാർട്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.